Lead. Ding 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 ding. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഫെസിനോ ഫുഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വ്ളോഗായിട്ട് തന്നെയാണ്. മോളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് 40ാമത്തെ ദിവസം ഇങ്ങോട്ട് വന്ന വ്ളോഗൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് 90 കഴിഞ്ഞ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവൾ പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള കൊണ്ടോട്ടി ബഡ്ജറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റിൽ നിന്ന് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. പക്ഷേ അവിടെ തക്കാളി, ഇഞ്ചി അങ്ങനത്തെ രാത്രി ആയപ്പോഴേക്കും ചീഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ എടുത്തതല്ലേ. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതേപോലത്തെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഇവിടുന്ന് കേട്ടോ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിയത്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഒക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് പണിയൊക്കെ എളുപ്പമാവാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ വാങ്ങി ഇതേപോലെ മസാലയൊക്കെ പുരട്ടി തലേ ദിവസം തന്നെ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, അത് ഇതേപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു, മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കുന്ന തലേ ദിവസം പെട്ടെന്ന് പണിയൊക്കെ തീരാൻ വേണ്ടിയാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കുറേശ്ശെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുള്ളൂ. പിന്നീട് നമുക്ക് നാളത്തേക്ക് മസാലയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് അതിലേക്ക് വേറെ മസാല ഇട്ട് കൊടുക്കാൻ മാത്രം മതി. പിന്നെ നാളത്തേക്കുള്ള ഡിസേർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കിട്ടോ. അപ്പം നാളത്തേക്കുള്ള ഡിസേർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ജ്യൂസിന് വേണ്ടി വെള്ളത്തിൽ മുന്തിരി ഇതേപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വെളുത്ത കളറൊക്കെ നല്ലോണം കീടനാശികളൊക്കെ ഉണ്ട്, അന്ന് പോവാൻ വേണ്ടിയാണ്. അങ്ങനെ അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലത്തെ പാനിൽ വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് പഞ്ചസാര മതി. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഒന്ന് നടുന്ന് ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോഴേക്കും മുന്തിരി ജ്യൂസിക്കുള്ള മുന്തിരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഡിസേർട്ട് ഉണ്ടാക്കുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും പഞ്ചസാരയും തേങ്ങയൊക്കെ ഒന്ന് കാരമലൈസ് ചെയ്തത് ഇതേപോലെ ഒന്ന് നമ്മൾ ഏത് പുഡിങ്ങിൻ്റെ പാത്രത്തിലാണ് ആ പുഡിങ്ങിൻ്റെ പാത്രത്തിലോട്ട് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചതാണ്. നന്നായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് കേക്ക് ഉണ്ടല്ലോ, അത് സാധാ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കേക്ക് അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 ലെയറിലായിട്ടാണ് കേട്ടോ ഈ ഡിസേർട്ട് സെറ്റാക്കുന്നത്. പഞ്ചസാര ഒന്ന് വെറ്റാക്കിയതിന് ശേഷം 2 ലെയറിലാണ് ഇത് തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ ഇങ്ങനത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു.
രാത്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് പിറ്റേ ദിവസം പിന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു വെള്ളപ്പവും അതുപോലെ തന്നെ തലേ ദിവസത്തുള്ള നല്ലൊരു അടിപൊളി സാമ്പാർ ഉണ്ടായിരുന്നു. വെള്ളപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ ചൂടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ സാമ്പാറും വെള്ളപ്പവും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാവരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നീട് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫെസിമോന് വേണ്ടി ദിതു വാരി കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വാരി കൊടുത്തിട്ടൊന്നും അവൻ കഴിച്ചില്ല. അപ്പോൾ ദിതു അവന് വാരി കൊടുക്കുകയാണ്. അങ്ങനെ തലേ ദിവസം ചെറിയുള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്ത് വലിയ ഉപകാരമായി. പെട്ടെന്ന് തന്നെ ഞങ്ങളെ പണിയൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സഹായിക്കാനായി എപ്പോഴും എൻ്റെ ദീമോളുണ്ടാവും കേട്ടോ ഇങ്ങനെ കൂട്ടത്തിൽ. അപ്പോൾ അവളാണ് ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ ഒന്ന് എരിഞ്ഞിരുന്നത്. ഇനി നമുക്ക് കുറുമയ്ക്കുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ ഞാൻ 3 ചിരക്കി എടുത്ത തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പാലും അതുപോലെ തന്നെ രണ്ടാമത്തെ തേങ്ങാപ്പാലുമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ദീമോളും അതുപോലെ തന്നെ ഫെസി നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ അവർ കളിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ബീഫിന്റെ മസാലക്കുള്ള ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടോ. അപ്പോൾ ഇന്നത്തെ ഞാൻ റെസിപ്പി ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. ഇതിന്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാ വെണ്ടക്ക മുളകിടിന് ഉള്ളിയും തക്കാളിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം പിന്നീട് ഞാൻ വെണ്ടക്ക ഇട്ട് കൊടുത്ത് പുളിയൊക്കെ പറഞ്ഞ് നന്നായി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇവിടെ വെണ്ടയ്ക്ക് റെഡിയായിട്ട് വെണ്ടക്ക മുളകിട്ട് റെഡിയായി. അതിലേക്ക് കടുകും ഉലുവയും കറിവേപ്പിലയും ഞാൻ വറവിട്ട് കൊടുത്തു. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് നെയ്ച്ചോറും അതിലേക്ക് ചിക്കൻ കുറുമയും ബീഫ് ഒരു മസാല പോലെ നല്ലൊരു വരട്ടും പിന്നെ വെണ്ടക്ക മുളകിട്ടതും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാത്തതുകൊണ്ട് ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് ഒരു കൺഫ്യൂഷനും കൂടി നിങ്ങൾക്കുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ഉച്ചക്ക് 1:30 ആയപ്പോഴേക്കും അവരെത്തി. വരുമ്പോഴേക്കും ഞങ്ങൾ പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നതിന് ശേഷം പിന്നെ ജ്യൂസായിട്ട് മുന്തിരി ജ്യൂസാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് ജ്യൂസാക്കാന്ന് വിചാരിച്ചു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെൽപ്പിനായിട്ട് കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം എടുത്ത് വെക്കാൻ വേണ്ടി കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഫാനും ഷാനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ ഓരോന്നായിട്ട് ടേബിൾമേക്ക് വെക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈസൽ കാക്കയും ഇതിലൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ച് ടേബിൾമേക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. ചിലപ്പോൾ അവർക്ക് ഇഷ്ടാവോ എന്താ അറിയില്ലല്ലോ ഞാൻ വിചാരിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് ഞങ്ങൾ ഡിസേർട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് പിന്നീട് കൊടുത്തു. അങ്ങനെ അവർക്കൊക്കെ ഭക്ഷണവും ഡിസേർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നല്ലതുപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ദീദു ആയാലും ഫാനും ഷാനൂനും എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ചതിന് ശേഷം പിന്നീട് തറവാട്ടിലേക്കും അതുപോലെ തന്നെ ഇളയച്ചൻ്റെ വീട്ടിലേക്കൊക്കെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നീട് കൊടുത്തയച്ചു. മുൻപിൽ വാവനെയും കൊണ്ട് അവർ പോയിട്ടോ. ഞങ്ങൾ ഇതേപോലെ നടന്ന് ഞങ്ങൾ ഇളച്ചൻ്റെ വീട്ടിലാണ് ഉമ്മ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയെയും കണ്ടാണ് അവർ പോയിട്ടുള്ളത്. പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ.
അപ്പോൾ ഫൈസൽ കാക്കയുടെ അനിയൻ്റെ വീട്ടിലാണ് ഉമ്മ ഉള്ളത്. ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയെയൊക്കെ കണ്ട് അവർ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വ്ളോഗും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.